ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ മുഖം കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. 4 മണിക്ക് എണീറ്റതാണ്. വീക്കെൻഡായിട്ടും എണീറ്റതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എന്നുവെച്ചാൽ കുറേ നാളുകളായി എനിക്ക് ഇടിയപ്പവും ഒരു വെജിറ്റബിൾ കറിയും കൂട്ടാനായിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ കുറച്ച് നേരത്തെ എണീക്കും കേട്ടോ, വീക്കെൻഡ് ആയാലും. അപ്പോൾ വെജിറ്റബിൾ കറിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്യാരറ്റൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയേ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെയാണ് ഞാനിവിടെ ഇതിനകത്ത് എടുക്കണതെന്ന്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു വലിയൊരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വ്യത്യാസമൊക്കെ വരുത്താം. പിന്നെ ഒരു 2 ഉള്ളിയാണ് ഞാൻ ചോപ്പ് ചെയ്യാൻ എടുത്തത്. അപ്പോൾ അങ്ങനെ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇതാ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് അതുപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ ഇടുന്നത് പെരുംജീരകവും പിന്നെ നമ്മുടെ ഉലുവ, ഇഞ്ചി, നല്ല ടേമറിക് പൗഡർ, അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇടാറുള്ളത് പൊതുവേ എൻ്റെ മോർണിംഗ് ഡ്രിങ്കിൽ. അല്ലെങ്കിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ രാത്രി ഞാൻ ഉലുവയും ഒരു കുഞ്ഞ് പട്ടയും കൂടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കും. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ആദ്യം തന്നെ അത് വന്ന് കുടിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ അടുത്ത് ഞാൻ വെജിറ്റബിൾ കറിക്ക് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പാനിൽ എണ്ണ ഒഴിച്ചു. കടായി. കടായിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പം ഞാൻ അതിനകത്തോട്ട് ആദ്യം ഇട്ടത് പെരുംജീരകമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഞാൻ സ്റ്റാർ, പിന്നെ പട്ട, 2 ഗ്രാമ്പൂ, പിന്നെ 2 ഏലക്കയും കൂടെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഒന്നായി വരുമ്പോൾ നമുക്ക് അടുത്ത് ഇടേണ്ടത് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയാണ്. എൻ്റെ ഒച്ച ക്ഷമിക്കണം, ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ച് എന്തോ എടുക്കുകയാണ് ഞാൻ താഴത്തെ സ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് സ്റ്റൂ ഉണ്ടാക്കുമ്പം വെറും തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ടായിരുന്നു കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കറിയേ കൂട്ടില്ലായിരുന്നു. അമ്മ എത്ര നിർബന്ധിച്ചാലും ഞാൻ കറി കൂട്ടില്ലായിരുന്നു. എന്നെ പോലത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പം എൻ്റെ പിള്ളേർ അങ്ങനെയാണ് കേട്ടോ. ഇടിയപ്പം വേണമെങ്കിൽ അവർക്ക് പഞ്ചസാരയും തേങ്ങയും മതി, കറി വേണ്ട. പക്ഷേ പിന്നെ പോകുന്ന നേരം ഞാൻ വലുതാവും തോറും എനിക്ക് കറി ഇല്ലാതെ ഇടിയപ്പം പറ്റില്ല. ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കറി വേണം. അപ്പോൾ രഞ്ജിത്തിന് കറി ഉണ്ടെങ്കിലും ഇച്ചിരി പഞ്ചസാര വേണം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഓരോരുത്തരുടെയും ഓരോ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉള്ളി ഇട്ടു. അപ്പോൾ ഈ ഉള്ളി ഒന്ന് നല്ല രീതിയിൽ വഴറ്റി ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ. എന്നാലേ നമുക്ക് അടുത്ത ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ, വെജിറ്റബിൾസ്. പിന്നെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ എടുത്തിട്ടാ കേട്ടോ. നല്ല ഒരു വെജിറ്റബിൾ കുറുമാന്നോ വെജിറ്റബിൾ കറിയെന്നോ എന്തും വേണമെങ്കിലും വിളിക്കാം. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ പോകും കേട്ടോ. അപ്പോൾ വഴറ്റി നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. പിന്നെ ഇതൊരു ഈസി ആണ് ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഞാൻ എപ്പോഴും ഈസി ഉള്ള ഒരു ഇതിലേക്കേ നോക്കാറുള്ളൂ. എന്തൊക്കെ ഈസി ആയിട്ട് പരിപാടി പറ്റുമോ അതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വഴറ്റി കിട്ടാനായിട്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടം എന്താ കഴിക്കാമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് എന്തും ഇഷ്ടമാണ്. എനിക്ക് മുട്ടക്കറി ഇഷ്ടമാണ്, കടലക്കറി ഇഷ്ടമാണ്, എന്തും ഞാൻ കഴിക്കും കേട്ടോ ഇടിയപ്പത്തിൻ്റെ കൂടെ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കുറേ ആയി എനിക്ക് ഈ വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ തോന്നിയിട്ട്, കുറേ ആയി ഞാൻ ഉണ്ടാക്കിയിട്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇടിയപ്പം അതേപോലെ തന്നെ രാവിലെ എനിക്ക് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. അപ്പോൾ ഇന്ന് എന്തൊക്കെയായാലും ഞാൻ വിചാരിച്ചു സാരില്ല, കുറച്ച് മെനക്കേടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 4 മണിക്ക് എണീറ്റതാണ് കേട്ടോ. നമ്മൾ എന്നും 4 മണിക്ക് എണീക്കുന്നതുകൊണ്ട് ഞാൻ സാറ്റർഡേ ആൻഡ് സൺഡേ എണീക്കാൻ ഇച്ചിരി ഒന്ന് വഴിക്കും. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിനകത്ത് ഈ ഒന്ന് വഴറ്റുമ്പോൾ ഉള്ള മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായിരുന്നു ആ എക്സ്പ്രഷൻ. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ബ്രൗൺ ആയത് കണ്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ, ക്യാരറ്റ്, അതേപോലെ തന്നെ 2 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. അപ്പം എണ്ണയൊന്നും അധികം വേണ്ട കേട്ടോ ഈ കറിക്ക്.
അതേപോലെ തന്നെ ഈസിയാണ്. ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ സ്റ്റൂ ഉണ്ടാക്കുമായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ എനിക്കും ഈ പറഞ്ഞ പോലെ വെള്ളക്കറിയായിട്ട് കാണുമ്പോൾ എന്തോ പോലെയാണ്. എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ എനിക്കും രഞ്ജിത്തിനും ഒക്കെ കറിക്ക് എന്തെങ്കിലും ഒരു കളറ് വേണം, എന്നാലേ അത് കൂട്ടാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഈ വെള്ളക്കറി ഞാൻ പണ്ടായിരുന്നു കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കറി കൂട്ടാൻ തുടങ്ങിയപ്പോൾ അമ്മ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും ഇച്ചിരി ഒന്ന് മഞ്ഞൾപ്പൊടി ഇടണേന്ന്. അപ്പോൾ ഇപ്പോഴും അതുകൊണ്ട് സ്റ്റൂ ഒന്നും ഇവിടെ അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ സ്റ്റൂ പോലെ തന്നെ ഇച്ചിരി ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് അതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടും. അതേപോലെ തന്നെ ഇത്തിരി കുരുമുളക് കേട്ടോ പൊടിയിട്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ കുരുമുളക് സ്പൂൺ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇട്ടപ്പോൾ ഇത്തിരി തെറിച്ച് പോയതാണ് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു, നമ്മുടെ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഞാൻ ഇതിനകത്ത് പൊടിയായിട്ട് ഇടുന്നത് ഗരം മസാല പൗഡറാണ് കേട്ടോ. മുളക് പൊടിയൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുള്ള അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇനിയും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം കേട്ടോ പച്ചമുളകിൻ്റെ എണ്ണം. അപ്പോൾ മുളക് പൊടി ഇടണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ വഴറ്റി എല്ലാം ആക്കുന്നുണ്ട്, അതിൻ്റെ പച്ചമണം മാറണ വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അടുത്ത് നമ്മൾ ഇടേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഇടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളമാണ്. ഇതിനകത്ത് വെറും ഇപ്പോൾ ക്യാരറ്റും പൊട്ടറ്റോ ആണ് നമുക്ക് മെയിനായിട്ട് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടത്ര വെള്ളം ഒഴിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ പൊടികളൊക്കെ നമുക്ക് ടേസ്റ്റിന് അനുസരിച്ച് ഇടാം കേട്ടോ. പക്ഷേ എൻ്റെ മെയിൻ വെജിറ്റബിൾ കറിക്ക് ഈ 3 പൗഡറേ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ കുക്കറിൻ്റെ അടുപ്പ് തപ്പുമായിരുന്നു കേട്ടോ. കുക്കറിൻ്റെ അടുപ്പ് എവിടെയാണ്? അപ്പോൾ കുക്കറിൻ്റെ അടുപ്പ് കിട്ടി എനിക്ക്. അപ്പോൾ കുക്കറിൻ്റെ അടുപ്പൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ വാഷർ പോയി കിടക്കുകയാണ്. അത് എനിക്കിപ്പോൾ വലിയൊരു പ്രോബ്ലം ആയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വിസിലൊന്നും അറിയില്ല. അപ്പോൾ ഇടയ്ക്ക് എനിക്കൊന്ന് പൊക്കി കൊടുക്കണം. ഇനി എനിക്കിവിടെ ഒന്ന് വാഷർ തപ്പി ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ഞാൻ അതിലോട്ട് ആ ഒരു ഗ്യാസിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പം അതെന്താ വെച്ചാൽ കുക്കറിൻ്റെ വിസിലില്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ് ഹൈ ഫ്ലെയിമിൽ, മറ്റേതിന് കുറച്ച് ഫ്ലെയിം കൂടുതലാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള തേങ്ങ എടുത്തു ഞാൻ. പിന്നെ കുറച്ച് കാഷ്യൂസ്, ഇത് കാഷ്യൂ നട്ട്സ് നിർബന്ധമല്ല കേട്ടോ. ഞാനൊരു 3-4 കാഷ്യൂ നട്ട്സും കൂടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാനത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് നല്ല പാലെടുത്തത് അതിൻ്റെ. എന്നിട്ട് നമ്മുടെ കുക്കറിൽ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എല്ലാം ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത്യാവശ്യത്തിന് എല്ലാം ക്യാരറ്റും പൊട്ടാറ്റോവും എല്ലാം നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ആയി. ഇനി ഇതിനകത്തേക്ക് അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് ഇത് ഞാനിടുന്നത് ഫ്രോസൺ ആണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ കുറച്ച് നേരം ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ തണുപ്പൊന്ന് മാറാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചയുണ്ടെങ്കിൽ അത് നേരത്തെ ഇടാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസൺ ആയതുകൊണ്ട് എനിക്കിത് ഈ ഒരു സമയത്ത് ആഡ് ചെയ്താൽ മതി. ഇത് ഒത്തിരി ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ കുറച്ച് ഗരം മസാല കുറച്ചും കൂടി ഒന്ന് എടുത്തിടുന്നുണ്ട്. അപ്പം ആവശ്യത്തിനനുസരിച്ച് ഗരം മസാലയും കൂടി ഇട്ടു. ആ ഗരം മസാല ഇട്ടപ്പോൾ തന്നെ ആ ഒരു കളറും ആ ഒരു ഇതൊക്കെ മാറും കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഷ്ണം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ കാഷ്യൂനട്ടും തേങ്ങ കൂടെ അരച്ച പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. ഈ പാലൊക്കെ അധികം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമുക്കൊരു പിരിയണ പോലെ ഒരു ഫീല് വരും. അപ്പം അത് ചെയ്യേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റിന് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറിയാണ്ടർ ലീവ്സ് ഇടൽ. അപ്പോൾ ഞാൻ അതും ഗാർണിഷിനായിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നി ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ്
ഈസിയാണ് ഗ്രേവി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഒത്തിരി കടന്നിനി തിളപ്പിക്കണില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ നല്ല രീതിയിൽ വെന്തോ, നമ്മുടെ വിസിൽ പണി തന്നുകൊണ്ട് ആ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഇടാൻ പോകുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ കൊറിയൻഡർ ലീവ്സാണ്. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ വേണമെങ്കിൽ ഇച്ചിരി കൊറിയൻഡർ ലീവ്സോ അല്ലെങ്കിൽ നമുക്ക് കരിവേപ്പിലയോ എന്താ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുത്തിടാം കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. വളരെ ടേസ്റ്റിയും സിമ്പിളുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ഞാൻ ഇടിയപ്പത്തിനുള്ള പണി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ, സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സോളം അരിപ്പൊടിയാണ് കേട്ടോ. ഇവിടെ ഞാൻ എടുക്കുന്ന അജ്മിയുടെ റൈസ് പൗഡറാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ അജ്മിയുടെ. അപ്പോൾ ഞാനത് 2 ഗ്ലാസ് ഓളം അരിപ്പൊടി എടുത്തു. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാനിവിടെ എടുക്കുന്നത് 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ അളവിൽ വ്യത്യാസം വരരുത്. നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുത്ത് അത്രയും തന്നെ അളവിൽ വെള്ളവും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഈ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് അളവ് 3 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടു ആവശ്യത്തിന്. പിന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആണ് ഞാൻ ഗ്യാസ് ഓൺ ആക്കുന്നത്. അപ്പം ആദ്യം ഇതൊക്കെ ഒന്ന് യോജിപ്പിക്കും നന്നായിട്ട്. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടയൊന്നും കൂടാതെ യോജിപ്പിച്ചെടുക്കണം. അപ്പം ഇത്രയും നേരം ഞാൻ നമ്മുടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഗ്യാസ് ഓൺ ആക്കുക. അപ്പോൾ പിന്നെ നമ്മളത് കുറുക്കി എടുക്കാമല്ലോ പെട്ടെന്ന്. അപ്പം ഞാൻ എപ്പോഴും ആദ്യമൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ കണ്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് മെല്ലെ മെല്ലെ കുഴച്ചെടുക്കാറായിരുന്നു പതിവ്. പക്ഷെ എപ്പോഴും എൻ്റെ അളവിൽ തെറ്റ് വരും. പിന്നെ അത് കട്ടി കൂടിപ്പോവും, കുറഞ്ഞു പോവും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായതുകൊണ്ട് ഒരിക്കലും പോലും എനിക്ക് ഇടിയപ്പം ശരിയായി കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ഏതൊരു വീഡിയോയിൽ യൂട്യൂബിൽ കണ്ടപ്പം ഇങ്ങനെ കുറുക്കിയെടുക്കാം എന്നറിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ മുതൽ പിന്നെ എൻ്റെ ഇടിയപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് അത്യാവശ്യത്തിന് ഇപ്പം സിമ്പിളായിട്ട് എന്നെ പോലത്തെവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ എപ്പോഴും ഒരു ഭയമാണ്, പേടിയാണ്. അപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ മാവ് ശരിയാണെങ്കിൽ, മാവിൻ്റെ കണക്കൊക്കെ ശരിയാണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം കുറുക്കിയെടുക്കൽ വളരെ എനിക്ക് ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഒരു പരിപാടിയാണ്. പെട്ടെന്ന് ശരിയായി കിട്ടും എനിക്ക് എപ്പോഴും. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് അത് കുറുക്കി വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ തോന്നും വെള്ളം കൂടിപ്പോയോ, ഇല്ല കേട്ടോ. കുറുകി അത് വരുമ്പം സെറ്റായി കിട്ടും കേട്ടോ. നമുക്കിതിൻ്റെ വേവ് അറിയണത് ഇത് നമ്മുടെ പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ട് നിൽക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ അത് വെന്തു എന്നുള്ളത്. നമുക്ക് അപ്പോഴാട്ടോ മനസ്സിലാവുക. ഇത് മൊത്തത്തിൽ ഇങ്ങനെ കുറുകി അപ്പോൾ അപ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ വേണമെങ്കിൽ ഗ്യാസിൻ്റെ ഇത്തിരി ഒന്ന് കുറയ്ക്കാം. നമുക്ക് ഒരു മീഡിയം ടു ലോ പരുവത്തിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ പാകം അറിയേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ കുറുകി നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് നിൽക്കും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ പാകം മനസ്സിലാവണം ഓക്കെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് എന്ന്. അപ്പം ഇത് ചെയ്യുമ്പോൾ ഉള്ളൊരു മെനക്കടേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഓർക്കുമ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന നേരം ഭയങ്കര സിമ്പിളായിരിക്കും. മാവ് പെർഫെക്റ്റ് ആകുമ്പം അത് പെട്ടെന്ന് വരികയും ചെയ്യും. വലിയതായിട്ട് നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് കറക്കാൻ. അപ്പം മാവ് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇങ്ങനെ കേട്ടോ. പക്ഷേ ഈ ഒരു കുഴയ്ക്കണ ഭാഗം മാത്രം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ. എനിക്കതൊരു വലിയൊരു എക്സസൈസ് പോലെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മാവ് കണ്ടോ വിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചൂടായതുകൊണ്ടാട്ടോ എനിക്ക് കൈ കൊണ്ട് ഒന്ന് ഇതാക്കി നോക്കണം എന്നുണ്ട്. പക്ഷെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ നേരത്ത് വേണമെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ എണ്ണ തൂവാട്ടോ. എണ്ണ തൂവിയിട്ട് ഒന്ന് അടിച്ചു വെക്കാം.
ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അടിച്ച് വെക്കണം കേട്ടോ. എപ്പോഴും ആ പാത്രം എന്തെങ്കിലും ഒരു അടുപ്പ് കൊണ്ട് അടിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിനകത്ത് ഇടാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര സിമ്പിളാണ് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി ഞാനൊരു പെട്ടെന്നൊരു കട്ടൻ ചായയുടെ കുറിച്ച് ഓർത്തു. അപ്പോൾ കട്ടൻ ചായനെ കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് തന്നെ പോയി കട്ടൻ ചായ ഇട്ടു കേട്ടോ. ഞാനിവിടെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പം ചില ദിവസങ്ങളിൽ പാലൊഴിച്ച് കുടിക്കും, ചില ദിവസങ്ങളില്ല. പിന്നെയാണ് ഞാൻ കുറച്ച് നേരം ഇടിയപ്പമൊക്കെ വെച്ചപ്പോൾ ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്നത്. അപ്പം നേരത്തെ എണീറ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കൂ കേട്ടോ. എനിക്കായിട്ട് കുറച്ച് സമയം കിട്ടും, ഇങ്ങനെ ഇരിക്കാനോ പിടിക്കാനോ ഒക്കെ കിട്ടും. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ലേറ്റ് എണീക്കുമ്പോൾ ഇപ്പോഴും എല്ലാം ഫാസ്റ്റായിരിക്കും, നമുക്കായിട്ടൊരു സമയമേ കിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കുടിച്ചൊക്കെ കഴിഞ്ഞു. ഉലുവയാണ് ഈ കാണുന്നത് മൊത്തം താഴെ. ചില സമയത്ത് അതും കുടിക്കും കേട്ടോ. ഞാൻ ഉലുവ കുടിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ മുഖം ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, പിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയ പിന്നുള്ളൊരു എഫക്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇച്ചിരി ഒന്ന് ടൈറ്റായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്. അപ്പം നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡിയായി. ആദ്യത്തെ സെറ്റ് എന്തൊക്കെയാലും റെഡിയായി. അപ്പോൾ എനിക്ക് കൊതിയായിട്ട് വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനത് ചൂടോടെ അതിങ്ങ് എടുത്തിട്ട് കാസറോളിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 1-2 എടുത്തിട്ട് കഴിച്ചു നോക്കാമെന്ന്. അപ്പോൾ അതിനുള്ള ഞാൻ ചൂടാറാനും പോലും ഞാൻ നിന്നില്ല, പെട്ടെന്ന് അതെടുത്ത് കാസറോളിലേക്ക് എടുത്തിട്ടു. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 6:30 ആയപ്പം എൻ്റെ ഇടിയപ്പവും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോർണിംഗിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു യുദ്ധം കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ നമുക്ക് ടേസ്റ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടെ സമയമെടുക്കും. അതുവരെ എനിക്ക് എന്തൊക്കെയായാലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയായാലും ഒരു 2 കഷ്ണം, അതിൽ കൂടുതലില്ല കേട്ടോ. പിന്നെ അവർ വരുമ്പോൾ അവരോട് കഴിക്കാം. അപ്പോൾ ഞാൻ 3ാമത്തെ എടുക്കാൻ പോയതാണ്, പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട. അപ്പോൾ 2 ഞാൻ ഒതുക്കി. അപ്പോൾ നമ്മുടെ കറി കണ്ടില്ലേ, എന്ത് തിക്ക് ഗ്രേവിയാണ്, എന്ത് ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് കാഷ്യൂനട്ട് ഇല്ലെങ്കിലും വെറും തേങ്ങാപ്പാൽ വെച്ചിട്ടും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാഷ്യൂസ് ഓപ്ഷണലാണ്, ഞാൻ ഉള്ളപ്പോൾ ഇടും, ഇല്ലാത്തപ്പോൾ ഇടാറുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇടിയപ്പത്തിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ച് നല്ല കുഴച്ച് കഴിക്കണം. എനിക്ക് ഒത്തിരി ഗ്രേവി ഇടണം കേട്ടോ. എനിക്ക് ഗ്രേവി കൂടുതൽ മുങ്ങി കിടക്കണതാണ് ഇഷ്ടം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കിപ്പോഴും കൊതിയാവണം ഇത് കണ്ടിട്ട്. നോക്കണം ഇനി അടുത്ത ശനിയാഴ്ച. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് വേഗം എണീക്കണം, അല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. എന്താ വെച്ചാൽ ഇടിയപ്പത്തിന് സമയം എടുക്കും എന്തൊക്കെ ആയാലും. അങ്ങനെ ഞാൻ ആസ്വദിച്ചൊക്കെ കഴിച്ചു. അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു വീക്കെൻഡ് ദിവസം? എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അതുപോലെ വീഡിയോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഒരു പ്രചോദനം ഇനിയും വീഡിയോസ് ഇടാനും ഒക്കെ. അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. എല്ലാവരും ഈ ഒരു റെസിപ്പി പ്ലീസ് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് ആൻഡ് ബൈ. എനിക്കറിയാം ഈ വീഡിയോ ഇടുമ്പോഴേക്കും വീക്കെൻഡൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കാണും. എന്നാലും എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ, ടാറ്റാ, സീ യു, ടേക്ക് കെയർ എവ്രിവൺ, ബൈ.